ഒരാളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയപ്പോൾ എന്നോട് പറയുക പഴംപൊരി ഉണ്ടാക്കി തരുമോ എന്ന്. വീട്ടിലാണെങ്കിൽ പഴവും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോകുന്ന വഴിക്ക് നല്ല ചൂട് പഴംപൊരി വാങ്ങിക്കൊണ്ട് പോകാമെന്ന്. അങ്ങനെ പഴംപൊരിയൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്ന സീനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന പാടെ ഞാൻ നേരെ കടിഞ്ചായ വെച്ചിട്ടുണ്ട്. അങ്ങനെ പഴംപൊരി മാത്രമല്ല, അതിൻ്റെ കൂടെ 2 ഉഴുന്നുവടയും ഒരു ഉള്ളിവടയും കൂടെ വാങ്ങിയിട്ടുണ്ട്. പാൽ ചായക്കാടിയിൽ ഇഷ്ടം കടിഞ്ചായാണ് ഇച്ചിബിക്ക്. ചായ പിന്നെ അധികം കൊടുക്കാറൊന്നുമില്ല. കുടിച്ചാൽ തന്നെ ഈ കടിഞ്ചായ ആണ് കുടിക്കലും, അത് ഇഷ്ടവുമാണ് ഭയങ്കര. അങ്ങനെ ചായയൊക്കെ വെച്ചിട്ട് നമ്മളിതാ കടിഞ്ചായ കുടിക്കുവാണ്. അപ്പോൾ മേലൊക്കെ കുളിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ പഴംപൊരിയുടെ ടേസ്റ്റ് പോകും. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് കഴിച്ചു വന്നു. കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഷിൻജാൻ്റെ ഈ കാർട്ടൂണും കണ്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ പഴംപൊരിയും ഇതുമൊക്കെ വാങ്ങിയത്. അവരുടെ ചട്നി നല്ല ടേസ്റ്റാണ്, നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അങ്ങനെ പഴംപൊരി കഴിക്കലും ഉഴുന്നുവട കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഫ്രഷ് ആവാനായിട്ട് പോയി. അങ്ങനെ ഇച്ചിബിനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ടുണ്ട്. ആ കുളിച്ചപടി ആ തോർത്തോടു കൂടി വന്ന് അവിടെ ഇരുന്ന് TV കാണുവാണ്. പിന്നെ കുളി കഴിഞ്ഞ ഒരുക്കം അത് നിർബന്ധമാണല്ലോ. ഇപ്പോഴത്തെ ഈ മാമാർത്തിൻ്റെ ഈ വൈറ്റമിൻ C മോയ്സ്ചറൈസിങ് ലോഷനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതാണ്, നല്ല സ്മെല്ലുമാണ്. ഞാനിവന് പൗഡർ യൂസ് ചെയ്യാറില്ല, ലോഷൻ മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ. പിന്നെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുക്കാനൊക്കെ നിന്നുമൊക്കെ തരിക. പിന്നെ ആൺകുട്ടികൾക്ക് പിന്നെ അധികം ഒരുക്കമൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒരു ക്രീം ഇട്ട് കൊടുക്കും, സ്പ്രേ അടിക്കും, മുടിയൊന്ന് ചീകി കൊടുക്കും. ഇപ്പം പിന്നെ മുടിയുമില്ല ചീകാനായിട്ട്. പനി വന്നതിന് ശേഷം കൊണ്ടുപോയി പറ്റ വെട്ടി വിട്ടേക്കുവാണ്. ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് തലയും കൊണ്ട് വരുന്നുണ്ട്. പിന്നെ കൈയോടെ തന്നെ അവൻ്റെ യൂണിഫോം ഒക്കെ ഞാൻ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോകും. പിന്നെ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ജസ്റ്റ് ഒരു കറിയോ റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇച്ചിരി ഉള്ളു, ഈ കുഞ്ഞു ചെമ്മീനില്ലേ അതാണേ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ കുഞ്ഞു ചെമ്മീൻ. ചെമ്മീൻ ഒരുപാട് ടൈപ്പ് ഉണ്ടെങ്കിലും ഈ കുഞ്ഞു ചെമ്മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ രാവിലെ ഒരു റൈസാണ് ഞാൻ ഉണ്ടാക്കിയത്, ഒരു തട്ടിക്കൂട്ട് റൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓംലേറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ 2 പേരും കൊണ്ടുപോയത്. അപ്പം ഞാൻ ഓർത്തു വൈകിട്ട് ആ റൈസ് ഇരിപ്പുണ്ട്, അതിന് ചെമ്മീൻ്റെ ഈ കറി ഉണ്ടാക്കാമെന്ന്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇനി ഞാനും ഇച്ചിബിയും ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. ഫുഡൊക്കെ ഞാൻ വാരി കൊടുക്കണം, തന്നെ കഴിക്കലൊക്കെ കണക്കാണ്. അപ്പം ഞാൻ ഫുഡൊക്കെ വാരി വെച്ച് കൊടുക്കുവാണ്. അതിനിടയിൽ TVയും കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നപ്പോൾ ടാറ്റാ, ബൈ ബൈ.